എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടിക്കാലത്തുള്ള ആ ജീവിത കഥയുടെ ബാക്കി ഭാഗം പറയാനാണ് ഇന്ന് വന്നത്. അപ്പോൾ ഞാനിന്ന് സെറ്റ് മുണ്ടൊക്കെ ഉടുത്താണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഒരു അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു വിശേഷപ്പെട്ട അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞാൽ ഡിസംബർ 8 എൻ്റെ കല്യാണം അല്ലേ, അതുവരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പം നമ്മുടെ ലൈവിലുള്ള ബീനാമ്മ ചോദിച്ചായിരുന്നു നന്ദേട്ടൻ എന്തായിരുന്നു ജോലി എന്നൊക്കെ. അപ്പം നന്ദേട്ടൻ ആ സമയത്ത് നാട്ടിൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ നന്ദേട്ടൻ ഇവിടെ LICയിൽ ക്യാഷ്യറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടുതൽ ഈ 3 മാസം ഒക്കെ 3 മാസം കൂടുമ്പോഴാണ് അത് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ആ ജോലി അവിടെ ഉറപ്പായേനെ. നന്ദേട്ടൻ്റെ കൂടെ കയറിയവരെല്ലാം ഇപ്പോഴും പുനലൂരൊക്കെ LICയിൽ ഉണ്ട് കേട്ടോ. അപ്പം നന്ദേട്ടൻ അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പം നന്ദേട്ടൻ അക്കൗണ്ടൻ്റായിട്ട് ആയിരുന്നു പോയത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നന്ദേട്ടൻ ഒമാനിലോട്ട് പോയത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഞാൻ അതിലേക്കൂടെ പോകുന്ന സമയത്തിന് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ബീനക്കുട്ടി ഇടാം കേട്ടോ. അങ്ങനെ എന്താണ് അങ്ങനെ കല്യാണ ദിവസം രാവിലെ ഇങ്ങനെയാകുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ആ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ തോട്, അത് കഴിഞ്ഞ് പാടത്തുനിന്ന് ഒരു 10-25 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ക്യാമറ, അതേപോലെ കൂട്ടിന് കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. അന്നും ഇതേപോലെ എൻ്റെ ആ ഒരു പ്രായത്തിൽ കുറേ പേർക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതേപോലെ കൂട്ടുകാരും അങ്ങനെയൊക്കെ ആയിട്ടാണ് അമ്പലങ്ങളിൽ പോകുന്നത്. അത് വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയത് കേട്ടോ. അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ പറഞ്ഞു ഇനി പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറണ്ട, എന്താണെന്ന് വെച്ചാൽ വണ്ടി അവിടെ കാണും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വണ്ടി വരില്ല. അപ്പോൾ ആ റോഡിലാണ് വണ്ടി വരുന്നത്, കുറച്ച് നടന്നു വേണം. അമ്പലത്തിൽ പോയിട്ട് നീ ആ വണ്ടിയിൽ കയറി ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഒറ്റയ്ക്ക് വന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന്, രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. എൻ്റെ ഭഗവാനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നത്തെ കാലത്ത് അത്ര വലിയ പ്രായമൊന്നും ഇല്ലല്ലോ, 18 വയസ്സ് ഒക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനും ഭഗവാനും മാത്രം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ഓഡിറ്റോറിയത്തിലോട്ട് ഞാൻ പോയി കേട്ടോ. അവിടെ ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുക്കമായി, നല്ല രസമായിരുന്നു. സ്വന്തക്കാരായി, കുട്ടികളായി, മൊത്തത്തിലൊരു ബഹളമായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ എന്നെ നന്നായിട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടത് കേട്ടോ. അന്നത്തെ കാലത്ത് ആവശ്യത്തിന് സ്വർണ്ണവും കാര്യങ്ങളും ഒക്കെ തന്നിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നു. അപ്പം ഈ കുട്ടികളൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവരും വരുന്ന സമയത്ത് കരയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നന്ദേട്ടൻ്റെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കാലിൽ സന്തോഷത്തോടെ തൊട്ട് തൊഴുതു. എല്ലാവരും അനുഗ്രഹിച്ചു, സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ കാറിൽ കയറി ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ എനിക്ക് അമ്മയും എല്ലാവരെയും പരിചയമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അമ്മയും ഇതേപോലെ വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെ അമ്മ പിരിഞ്ഞിട്ട് വരുന്നതെന്നുള്ളൊരു ഫീല് പോലും ഇല്ലായിരുന്നു ഇവിടെ വന്ന് അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടുകൂടിയപ്പം. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം വൈകിട്ട് വീട്ടിൽ വിരുന്ന് വരുന്ന ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ ഒരുമാതിരി മഴയായിരുന്നു എന്നറിയാമോ. ഇടി എന്താ വെച്ചാൽ ഒരു തുള്ളിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയത്തില്ലേ, ഒരു കുടമെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതേപോലുള്ളൊരു ഭയങ്കരമായ മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും നാരി കയറുമ്പോൾ മാരി തൂന്ന് നല്ലതാണെന്നൊക്കെ പറയാം. പക്ഷേ അന്ന് നല്ല മഴയായിരുന്നു വൈകുന്നേരമൊക്കെ. പിന്നെ എല്ലാവരുമൊക്കെ പോയി. പിന്നെ എന്താണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം എല്ലാം ഒക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരം അമ്മയും എല്ലാവരും ഒക്കെ പോയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നന്ദേട്ടൻ പിന്നെ ഒരു 1-2 ദിവസത്തേക്ക് ഓഫീസിലൊന്നും പോയില്ല. ഞങ്ങൾ ഇതേപോലെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിരുന്നുണ്ടായിരുന്നു 3-ാം ദിവസം. അപ്പം വീട്ടിലോട്ട് പോയി. അപ്പോഴും കുറച്ച് സ്വന്തക്കാർ, അത്യാവശ്യം വേണ്ടുന്ന സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഞാനും നന്ദേട്ടനും കൂടെ ഫുള്ളും അവിടെ ദൂരെയൊന്നുമില്ല, അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ കറക്കമായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളൊരു സ്കൂട്ടർ മേടിച്ചു, ഒരു പച്ച കളർ. എൻ്റെ ഈ ഉടുപ്പിൻ്റെ കളർ സ്കൂട്ടറാണ് ഞങ്ങൾ ആദ്യം മേടിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ആ സ്കൂട്ടറിൽ പറക്കുകയായിരുന്നു. പറന്ന് ഇങ്ങനെ നടക്കുകയായിരുന്നു. എല്ലായിടവും പോകും കേട്ടോ. എന്നിട്ട് എന്നെ എല്ലായിടവും കൊണ്ടുപോയിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്ദേട്ടൻ എന്നെ എല്ലായിടവും കൊണ്ടുപോയി. അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ.
പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തും എല്ലായിടവും ഈ സ്കൂട്ടറിലാണ് യാത്ര. വീട്ടിൽ വരുന്നു, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നു. എന്നിട്ട് ഓഫീസിൽ പോയിട്ട് വൈകിട്ട് വന്നാലും അല്ലെങ്കിൽ ഈ ശനി ഞായറും ഒക്കെ ഉള്ള ദിവസങ്ങളിലും ഞങ്ങൾ കറങ്ങാൻ പോകും. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ കൂടുതൽ കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞു യാത്രയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇത് പോയത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതെല്ലാം പോയി. അങ്ങനെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും വിഷമിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അവർ എന്താ വെച്ചാൽ അങ്ങനെ മയക്കിട്ടോ അങ്ങനെയൊന്നും അല്ല. എന്താ വെച്ചാൽ അധികം മാസമൊന്നും ആവാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു രീതിയിലാണ് അവർ അതെല്ലാം എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും കുറേ നാളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ നമ്മുടെ ഐശ്വര്യക്കുട്ടിയെ പ്രഗ്നൻ്റ് ആവുന്നതും. അങ്ങനെ ആദ്യത്തെ കൺമണി ആണായിരിക്കണമെന്ന് പറയത്തില്ലേ, അപ്പോൾ ആദ്യത്തെ കൺമണി പെണ്ണായിരുന്നു. അങ്ങനെയാണ് ഐശ്വര്യക്കുട്ടി വന്നത്. പിന്നെ അതിനുശേഷം ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആണ് അച്ചു വന്നത്. അപ്പോൾ അവർ തങ്ങളിൽ 3 വയസ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഒരു ജിജ്ഞാസയായിരിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു സ്നേഹബന്ധം, അതായത് വഞ്ചനയില്ലായ്മ, ആത്മാർത്ഥ സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വേണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും അല്ലേ. അതേസമയം ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ഒരു പുതുമോടിയൊക്കെ കഴിഞ്ഞ് കള്ളുകുടിയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളാവും. വേറെയുള്ള സ്ത്രീകളുമായിട്ടൊക്കെ സ്നേഹബന്ധം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതം നമുക്ക് നമ്മൾ വിചാരിച്ച കണക്ക് പറ്റില്ല. എല്ലാവരും ആലോചിക്കണം, ഒരു പെൺകുട്ടി ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക, അവളുടെ അമ്മയെ അച്ഛനെയും സഹോദരങ്ങളെ അവളുടെ ആളുകളെ എല്ലാം കളഞ്ഞിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് വെച്ചാൽ ആ ഒരു ആളിനെ വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. അവളെ കല്യാണം കഴിക്കുന്ന പുരുഷനെ വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. അവളുടെ ലോകം പിന്നെ എല്ലാം അവനാണ് അല്ലേ. അപ്പോൾ അത് മറക്കരുത്. നിങ്ങളെ അത്രത്തോളം വിശ്വസിച്ചുകൊണ്ട് വരുന്ന അവൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകുക. അവൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല പിന്നെ സാധിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു നിങ്ങൾ കൈക്കുള്ളിൽ അവളെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പെണ്ണും നിങ്ങളെ വിട്ട് ഒരിക്കലും എങ്ങും പോയില്ല എന്നുള്ളതാണ്. അവൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറെ ഒരു സ്നേഹം തേടി ഒരു പെണ്ണും പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം ചിലരെന്നാൽ ഇത് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ പറയും അങ്ങനെ അല്ലാത്തവരും ഉണ്ടെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ അറിയാം എന്താണ് ആ ഒരു സ്ത്രീയുടെ പ്രശ്നം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ജീവിതം സ്വർഗ്ഗതുല്യമാക്കണമെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ അല്ലേ. ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടുപേരും ഒരുപോലെ വിചാരിക്കണം. അപ്പം നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുക. അതേപോലെ തന്നെ പെൺകുട്ടികൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരീരം വൃത്തിയാക്കി വെക്കുക അല്ലേ, ശുദ്ധിയായിട്ട് വെക്കുക. നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് തെറ്റില്ലാതെ ഒന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ സ്നേഹത്തോടെയൊക്കെ ഇരിക്കുക. ഞാനും ചില സമയത്ത് എൻ്റെ ഒരു ചില സമയത്ത് പല മൂഡ് അനുസരിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആണെന്നുള്ളതല്ല പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ അവർ വരുന്ന സമയത്തിന് ചിരിച്ച മുഖത്തോടെ ഒക്കെ അല്ലേ, പൂമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന ആ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നു. അപ്പം ചിരിച്ച മുഖത്തോടെ ഭർത്താവിനെ നമ്മൾ എതിരേറ്റ് കൊണ്ടുവരികയല്ല, സ്വീകരിക്കുക. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതായത് നമ്മുടെ ഓരോ ദിവസങ്ങളും വളരെ മനോഹരമാക്കാം അല്ലേ. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും, അതുപോലെ ശരീരശുദ്ധി, വൃത്തി, നമ്മളിടുന്ന ഡ്രസ്സ്, ഇതൊക്കെ നല്ല ഒരു പോസിറ്റീവാണ്. വൈകുന്നേരം വരുന്ന ആ ഭർത്താവിന് കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെ അല്ലേ ഇതൊക്കെ വരുമ്പോൾ അതൊരു വേറെ ഒരു ലെവലാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക കുട്ടികൾ. പിന്നെ അപ്പോൾ കുറേ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിനി അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരത്ത് എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളും പ്രാർത്ഥനകളും എല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കുക കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ജപിക്കാൻ പറ്റാത്തവർക്ക് തന്നെ അതിലൊരു മന്ത്രമുണ്ട്. അതേപോലെ നമ്മൾ രാമായണം അത് ഇരുന്ന് ജപിക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റേതായ ചെറിയ മന്ത്രമുണ്ട്. വിഷ്ണു സഹസ്രനാമം തന്നെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യൻ രാമനാമ വരാന്യേ, അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജപിക്കുക. ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷം നമ്മളിലേക്ക്
ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ സന്തോഷമാക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്തു തരുന്നവരോടായാലും അതല്ല ഈ യൂണിവേഴ്സിനോടായാലും ദൈവത്തിനോടായാലും അല്ലേ ഒക്കെ നന്ദിയുള്ളവരാവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകത്തേ ഉള്ളൂ കേട്ടോ. വീട് ഇവിടെ ഇരുന്ന് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ.